OPV എടുക്കുന്നുണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബിയും എടുക്കുന്നുണ്ട്. അതിൽ BCG എടുക്കുന്നത് നമ്മൾ ക്ഷയരോഗത്തിനെതിരെയാണ് BCG കുത്തിവെപ്പ് എടുക്കുന്നത്. ഈ ക്ഷയരോഗത്തിൻ്റെ അണുക്കൾ അന്തരീക്ഷത്തിൽ മൊത്തം ഉണ്ട് അല്ലേ. അപ്പം ചെറിയ കുട്ടികൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അതിൽ ആ അസുഖം വന്നാൽ തന്നെ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് സാധിക്കും ഈ BCG കുത്തിവെപ്പ് എടുക്കുന്നതിലേക്ക്. നമ്മൾ ഈ കൈയിൻ്റെ ഇവിടെ കൊടുക്കില്ല, കൈൻ്റെ സമയത്തിന് എടുക്കുന്നത്. ചിലവർക്ക് അത് ചെറിയ പഴുത്ത് പൊട്ടി ഒലിച്ച് അപ്പം അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിൽ ആ വാക്സിന് അത്രയും കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഫലമാണ് ഈ പഴുത്ത് പൊട്ടി ഒലിച്ച് അവിടെ കല പോലെ ആയിട്ടില്ലെങ്കിലാണ് കറക്റ്റ് മരുന്നായിട്ട് ശരീരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാവും. അല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 1-2 ആഴ്ചയോടെ അതൊക്കെ പൊട്ടി ഒലിച്ച് ഉണങ്ങി അവിടെ കല പോലെ. അപ്പോൾ ശരീരത്തിൽ വേണ്ടത്ര മരുന്നുകൾ ശരീരത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഈ ക്ഷയരോഗത്തിൽ നിന്നും പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ BCG കുത്തിവെപ്പ് എടുക്കുന്നത്. രണ്ടാമത്തെ OPV കുത്തിവെപ്പ് അല്ലേ. പോളിയോ വഴി എന്ന് പറഞ്ഞാൽ പോളിയോ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പക്ഷാഘാതത്തിലേക്ക് വരാം അല്ലേ. അതായത് തളർച്ച ഉണ്ടാകാം, അരക്ക് താഴേക്ക് ഇരുന്നിട്ട് തളർച്ച വരാം. അങ്ങനെയുള്ള ചില കേസുകൾ ഇപ്പൊക്കെ വളരെ കുറവാണ്, എന്നാലും 1-2 കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുത്തിവെപ്പ് എടുക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ട് നമ്മൾ ഈ ഇന്ന് ലോകത്ത് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ പൂർണ്ണമായിട്ട് ഇതങ്ങോട്ട് കുറേ കേസുകൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പം 1-2 കേസുകൾ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പോളിയോ കുത്തിവെപ്പ് കറക്റ്റായിട്ട് എടുക്കണം എന്നുള്ളത് പറയുന്നത്. അത് നമ്മൾ OPV 0 ഡോസാണ് കൊടുക്കുന്നത്. പിന്നെ അടുത്തത് ഹെപ്പറ്റൈറ്റിസ് ബി. അതായത് പലതരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് ഉണ്ട് അല്ലേ. ഒന്ന് മഞ്ഞപ്പിത്തമാണ്, രണ്ടാമത്തത് ഹെപ്പറ്റൈറ്റിസ് ബി. അത് ഹെപ്പറ്റൈറ്റിസ് ബി നമ്മൾ വായുവിലൂടെ ജലത്തിലൂടെ പകരുന്നതല്ല, അത് നമ്മൾ രക്തത്തിലൂടെ വരുന്നതാണ് ഈ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനന സമയത്ത് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞ കുത്തിവെപ്പ് കൊടുക്കുന്നത്. പിന്നെ 6-ാമത്തെ ആഴ്ചയും 10-ാമത്തെ ആഴ്ചയും 14-ാമത്തെ ആഴ്ചയായിട്ട് നമ്മൾ കുത്തിവെപ്പ് കൊടുക്കുന്നുണ്ട്. അതിലൊക്കെ ഈ OPV അതായത് പോളിയോ കുത്തിവെപ്പിനെതിരെ പിന്നെ ഒരു 6-ാമത്തെ ആഴ്ച നമ്മൾ പെൻഡാവാലന്റ് തന്നെ കുത്തിവെപ്പ് എടുക്കുന്നത്. അത് 5 കുത്തിവെപ്പുകൾ ചേർന്നിട്ടുള്ളതാണ് ഈ പെൻഡാവാലന്റ് വരുന്നത്. പെൻഡാവാലന്റ് 5 കുത്തിവെപ്പുകൾ. അതായത് ഒന്ന് DPT, ടെറ്റനസ് അതായത് ഡിഫ്തീരിയ, തൊണ്ടമുള്ള്, വില്ലൻ ചുമ, ടെറ്റനസ്, പിന്നെ ഹിബ് അതായത് നമ്മുടെ മസ്തിഷ്കത്തിലുണ്ടാകുന്ന ജ്വരം, എന്നാൽ തലച്ചോറിനെ ബാധിക്കുന്ന പനിയില്ലേ, അത് അങ്ങനെയൊക്കെയുള്ള ഇതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി, അത് എല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മൾ പെൻഡാവാലന്റ്. ഇത്രയും 5 കുത്തിവെപ്പ് ചേർന്നിട്ടുള്ളതാണ് പെൻഡാവാലന്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്സിനായിട്ട് നിർത്തിട്ട്. അപ്പോൾ ഈ ഒറ്റ കുത്തിവെപ്പ് എടുക്കുന്ന വഴിയായിട്ട് 5 രോഗങ്ങളിൽ നിന്നാണ് നമുക്ക് പ്രതിരോധം കിട്ടുന്നത്. ഈ ഇതിൽ വരുന്ന ഹിബ് വാക്സിനാണ്. ആ ഹിബ് നമ്മുടെ മസ്തിഷ്ക ജ്വരത്തിന്, അതായത് കുട്ടികൾക്കിൻ്റെ തലച്ചോറിനകത്തുള്ള മെനിഞ്ചസ് എന്ന് പറഞ്ഞ സാധനം അറിയാം. അപ്പോൾ തലച്ചോറിനകത്തുള്ള ഒരു ആവരണമാണ്. അപ്പം ഈ പനി നമുക്ക് ബാധിക്കുന്ന തലച്ചോറിനെയാണ്. തലച്ചോറിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം. കുട്ടികളിൽ ഈ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ മരണം വരെയുള്ളതും അങ്ങനെയുള്ള എല്ലാതരം ആപത്തും വരാനുള്ള സാധ്യതകളും. അതിനെതിരെയായിട്ടാണ് നമ്മൾ ഈ പെൻഡാവാലന്റ് അടങ്ങിയ കുത്തിവെപ്പ് എടുക്കുന്നത്. പിന്നെ റോട്ടാ വൈറസ്, RBV എന്ന് പറഞ്ഞാൽ റോട്ടാ വൈറസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുട്ടികളുണ്ടാകുന്ന വയറിളക്കം അല്ലേ, കുട്ടികൾക്ക് ചില സമയത്തൊക്കെ അവരുടെ വയറിനകത്ത് പലതരം ബാക്ടീരിയകളുണ്ട്. അതായത് നല്ല ബാക്ടീരിയ ഉണ്ട്, ചീത്ത ബാക്ടീരിയ ഉണ്ട്. നല്ല ബാക്ടീരിയകൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനൊക്കെ എതിരായിട്ട് പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അത് കറക്റ്റായിട്ട് ദഹിക്കാൻ ഇതിന് വേണ്ടി. ചെറിയ കുട്ടികളിൽ ഇത് വലിയ രീതിയിൽ ഡെവലപ്പ് ആകില്ല. അപ്പം അവർക്ക് വയറിളക്കം അങ്ങനെ പോലുള്ള അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വയറിളക്കം ബാധിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്തുണ്ടാവും? നമ്മൾ വെള്ളം കുടിക്കുന്ന പോലെ കുട്ടികൾ വെള്ളം കുടിക്കുമോ? ഇല്ല. പാല് കുടിക്കുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് അത് കുടിക്കുന്ന പാല് തന്നെ വയറിളക്കം പോലെ നമ്മൾ കണ്ടായിട്ട് വെള്ളം പോലെ പോയി കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞ് കുട്ടികൾക്കുള്ള അവരുടെ ബിപിയും ഇതുമൊക്കെ കുറഞ്ഞു പോകും. പെട്ടെന്ന് കുട്ടികൾക്ക് ആ വലിയൊരു തളർച്ചയിലേക്ക് പോകും. അത് അങ്ങനെ മരണം വരെ സംഭവിക്കുന്ന കേസുകൾ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റോട്ടാ വൈറസ് RBV എന്ന് പറഞ്ഞ ഫസ്റ്റ് ഡോസ് നമ്മൾ 6-ാമത്തെ ആഴ്ച കൊടുക്കുന്നത്. പിന്നെ അടുക്കുന്നതാണ് IPV എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പോളിയോ വാക്സിൻ വായിലേക്ക് കൊടുക്കുന്ന തുള്ളിമരുന്നിന് അതിന് പകരം ഇഞ്ചക്ഷൻ രൂപത്തിലുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ തുള്ളിമരുന്നായിട്ടാണ് കൊടുത്തിരുന്നത്. പിന്നെ രണ്ടാമത് നമ്മൾ IPV ഇഞ്ചക്ഷൻ വഴിയായിട്ട് ഒന്നും കൂടി ബൂസ്റ്റർ ഡോസുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ IPV കൊടുക്കുന്നത്. പിന്നെയാണ് കൊടുക്കുന്നത് PCV. അത് ഞാൻ പറഞ്ഞത് ന്യൂമോകോക്കസ് വാക്സിൻ. അതായത് ന്യൂമോണിയ ഉണ്ടാവില്ല കുട്ടികൾക്ക്, ന്യൂമോണിയ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാം. പിന്നെ അതുപോലെ തന്നെ മസ്തിഷ്ക ജ്വരം. ഈ മസ്തിഷ്ക ജ്വരം നടന്നിട്ടുണ്ടെങ്കിൽ വലിയ ആളുകളിൽ നിങ്ങൾ കണ്ടിട്ടില്ല മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞത്, മെനിഞ്ചൈറ്റിസ് ഒക്കെ വന്നിട്ട് തലച്ചോറിൽ പനി വന്നിട്ട് തലച്ചോറിനെ ബാധിച്ചിട്ട് മരിച്ചു പോയതാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ ഇപ്പൊക്കെ കുറവാണ്.
ചെറിയ കുട്ടികൾക്ക് അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PCV എന്നാണ് കൊടുക്കുന്നത്. അതായത് തന്നെ ന്യൂമോണിയ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിനെയാണ് ബാധിക്കുന്നത്. കുട്ടികൾക്ക് കവർന്നിറങ്ങി ശ്വാസകോശത്തിലേക്ക് കവർന്നിറങ്ങി അവർക്ക് ശ്വാസം കിട്ടാതെയാവുക, ശ്വാസം മുട്ടൽ പോലെ വരിക, ശ്വാസം കിട്ടാതെ കുട്ടികൾക്കുള്ള ആപത്തുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് PCV, അതായത് അതിലുള്ള ന്യൂമോകോക്കസും ന്യൂമോണിയയും ചെറുക്കാൻ വേണ്ടി. അത് നമ്മൾ 6 ആഴ്ച 10 ആഴ്ച 10ാമത്തെ ആഴ്ചയല്ല 14ാമത്തെ ആഴ്ചയിൽ പിന്നെ കൊടുക്കുന്നത് 9ാം മാസത്തിൽ നമ്മൾ MR എടുക്കും. അതായത് മീസിൽസ് രോഗമല്ലേ, അല്ലെങ്കിൽ 5ാം പനിക്കെതിരായിട്ട് ശരീരത്തിൽ ചെറിയ തണുത്ത് പൊന്തുന്ന പോലെ അങ്ങനെ കാണും അല്ലേ. അത് 5 ദിവസം നല്ലോണം പനി ഉണ്ടാകും. അത് ചില കുട്ടികളിൽ ഈ 5ാം പനീൻ്റെ ഒപ്പം തന്നെ വയറിളക്കം വരും. അത് മൂർച്ഛിച്ചിട്ട് തലച്ചോറിനെ ബാധിച്ച് മരണം അങ്ങനെ പറയണം. ഈ മീസിൽസ് രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കുട്ടികൾക്ക് ചെവിക്കുള്ള കേൾവി ശക്തി അങ്ങ് കുറഞ്ഞു. മീസിൽസിൻ്റെ ഇതാണ് സൈഡ് എഫക്റ്റുകളാണ് പറയുന്നത്. അപ്പോൾ ചിലർക്ക് നല്ല വയറിളക്കം ഉണ്ടാകും, ചിലർക്ക് ചെവിൻ്റെ കേൾവി ശക്തി അങ്ങ് കുറഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കാഠിന്യം കുറയ്ക്കും. 100% അസുഖം വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അസുഖം വന്നാൽ തന്നെ അതിൻ്റെ കാഠിന്യം കുറവായിരിക്കും നമ്മൾ ഈ കുത്തിവെപ്പൊക്കെ എടുക്കുന്ന വഴിയായിട്ട്. പിന്നെ ഉള്ളത് അത് മംസ് റുബല്ല എന്ന് പറഞ്ഞ വേറൊരു ഇതും കൂടിയുണ്ട്. അത് നമ്മളിപ്പോൾ ഈ 1 മാസത്തിൽ 9ാം മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 1.25 മാസത്തിലൊരു കുത്തിവെപ്പ് പറയുന്നില്ലേ, അത് MMR എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് വലിയ പനിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകും. അല്ലാത്ത കുത്തിവെപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ പനിക്കും. ചിലർക്ക് നല്ല തടുപ്പ് വീക്കം ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങളെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിവിടുന്ന് കുത്തിവെപ്പ് എടുക്കുകയാണെങ്കിൽ അവിടെ പിടിച്ച് അമർത്തി അങ്ങനെ തിരിഞ്ഞ് കൊടുക്കുന്നത് കുട്ടികൾക്ക്. ആദ്യം നമ്മൾ തിരുമുമായിരുന്നു. ഇപ്പോൾ ഉള്ള പുതിയ പഠനങ്ങളുടെ ഫലമായിട്ട് നമ്മൾ ഈ തിരുമുന്നതിനനുസരിച്ച് അവിടെ കട്ടി പോലെ ആവാം. നമ്മുടെ ശരീരത്തിലുള്ള കയ്യിലുള്ള അണുക്കൾ തന്നെ ആ ഇതിൽ വഴി രോഗാണുക്കൾ കയറിയിട്ട് കുട്ടികൾക്ക് അണുബാധ വന്നിട്ട് കൂടുതൽ വീക്കം കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് അത് അമർത്തി തിരുമോ ഇതാക്കൊന്നും വേണ്ട. ഇവിടുത്തെ തന്നെ പനിയില്ലേ, അതൊന്ന് അമർത്തിപ്പിച്ച് കുറച്ച് നേരം വെച്ചാൽ മതി. നിങ്ങൾ ആയിട്ട് പിന്നെ കൂടുതൽ അമർത്തുകയോ തിരുമോ ഒന്നും ചെയ്യരുത്. അതുവഴിയായിട്ട് രോഗാണുക്കൾ അകത്ത് ഇത് കൂടുതൽ വീക്കം, പിന്നെ അവിടെ അണുബാധ കയറുക അങ്ങനെയുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കുത്തിവെപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് കുട്ടിക്ക് ചെറിയ രീതിയിലുള്ള പനി ഉണ്ടാവും. അതിന് നമുക്ക് പാരസിറ്റമോൾ ഉണ്ടല്ലോ, ചെന്നപ്പോൾ തന്നെ ഒരു ഡോസ് കൊടുക്കുക. അത് കഴിഞ്ഞ് 8 മണിക്കൂർ കഴിഞ്ഞിട്ട് കൊടുക്കുക. എങ്ങനെയാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്നത് അത് പ്രകാരം കൊടുക്കുക. 6 മണിക്കൂർ ഇടവിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 8 മണിക്കൂർ. ഇപ്പോൾ ഒരു പാരസിറ്റമോൾ നിങ്ങൾ കൊടുത്തു, കുട്ടി പനിക്കുന്നുണ്ട്, നിങ്ങൾ കൊടുത്തു, സിറപ്പ് കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടേ പിന്നെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നല്ല ശക്തമായ പനി ഉണ്ടെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശപ്രകാരം 8 മണിക്കൂർ 6 മണിക്കൂർ ഇടവിട്ട് മാത്രം കൊടുക്കുക. അല്ലാതെ നമ്മളിപ്പോൾ കൊടുത്തു 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിക്ക് പിന്നെയും ശക്തമായി പനിക്കുന്നുണ്ട്, അപ്പോൾ വീണ്ടും കൊടുക്കാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ കൊടുക്കാൻ പാടില്ല കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരു കുത്തിവെപ്പ് എടുത്തു. ഒരു കുത്തിവെപ്പ് എന്ന് പറഞ്ഞാൽ ഈ 6ാമത്തെ ആഴ്ച എടുക്കേണ്ട കുത്തിവെപ്പ് ഒന്ന് മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാലും എടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അടുത്ത എപ്പോഴാണ് കുത്തിവെപ്പ് ഉണ്ടാകുന്ന ദിവസം അവിടെ പോയിട്ട് കറക്റ്റായിട്ട് അവർ വന്നാൽ അതിനനുസരിച്ച് അവർ കിട്ടും. അതുപോലെ തന്നെ ഒരു കുത്തിവെപ്പ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അടുത്ത കുത്തിവെപ്പ് എടുക്കാൻ പറ്റും. ഒരു കുത്തിവെപ്പ് കഴിഞ്ഞു 1 മാസത്തിൻ്റെ ഇടവേള എന്തായാലും ഒരു കുത്തിവെപ്പ് കഴിഞ്ഞാൽ അടുത്ത കുത്തിവെപ്പുകളിൽ ആവശ്യമാണ്. അതേപോലെ തന്നെ ഗർഭിണികളൊക്കെ ആണെങ്കിലും അതേപോലെ തന്നെ ഒരു കുത്തിവെപ്പ് കഴിഞ്ഞിട്ട് അടുത്ത മാസം കഴിഞ്ഞിട്ട് അതായത് 1 മാസത്തെ ഇടവേള 4 ആഴ്ച കഴിഞ്ഞിട്ടേ അടുത്ത കുത്തിവെപ്പ് എടുക്കാനായിട്ട് പറയും. ഗർഭിണികളിലും ഇതേപോലെ തന്നെ ഫസ്റ്റത്തെ നമ്മൾ ഗർഭിണിയായി കഴിഞ്ഞ് നടന്ന് ഫസ്റ്റത്തെ 3 മാസത്തിനുള്ളിൽ 2 കുത്തിവെപ്പ്, അതായത് 2ാമത്തെ മാസമായിട്ട് ഒരു കുത്തിവെപ്പ് എടുക്കും. പിന്നെ അത് കഴിഞ്ഞ് 1 മാസം കൂടി കഴിഞ്ഞിട്ട് 4 ആഴ്ച കഴിഞ്ഞിട്ട് അടുത്ത കുത്തിവെപ്പ് എടുക്കും. ഇത് ഇപ്പം നമ്മൾ ടെറ്റൻസിൽ നിന്ന് സംരക്ഷിക്കും, അമ്മയ്ക്കും കുട്ടിക്ക് സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ 5-6 വയസ്സിലുള്ളത് DPT ബൂസ്റ്റർ ഡോസാണ് കിട്ടുന്നത്. അതായത് നമ്മുടെ തൊണ്ട പുള്ളി ചുമ ടെറ്റൻസ് ഉള്ള ബൂസ്റ്റർ ഡോസായിട്ട് കിട്ടുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുത്തിവെപ്പിലുള്ളതായിട്ട് പല ചിലർ പറയും കുത്തിവെപ്പ് എടുത്ത് എഴുന്നൊക്കെ വെറുതെയാണ്, അതിനതില്ല, എന്നിട്ടും അസുഖം വന്നിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിൽ നിന്ന് 100% നമുക്ക് അസുഖം വരില്ല എന്നുള്ള ഒരു ഇത് നമ്മൾ പറയുന്നില്ല. വരുന്ന അസുഖത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ കഴിയും. അതുവഴി ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ ഈ കുത്തിവെപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ഇതിലെന്തെങ്കിലും കാര്യങ്ങൾ? പിന്നെ ഇതിൽ